നമ്മുടെ ഇപ്പൊ നമുക്ക് ഇൻഹറന്റ് ഡിസഡ്വാൻറ്റേജ് ഇന്റർനാഷണൽ ഇതിലുണ്ട്. കാരണം ഇവർ ബാക്കിയുള്ള ടീംസിലൊക്കെ ഈ നാഷണലൈസ്ഡ് പ്ലേയേഴ്സ് വന്ന് കളിക്കുന്നത് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. കാരണം നമുക്കത് ഇത് പറ്റില്ല. OCA നമുക്ക് അലൗഡ് അല്ല. അതിന്റെ ഡിബേറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ അത് വരുമോ ഇല്ലയോ, വരില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം. അതെ, മിറാക്കിൾ സംഭവിക്കണം. കാരണം അത് ഫുട്ബോള് മാത്രം ഇതായിട്ടുള്ളൊരു സംഭവമല്ല. അതൊരു ഇന്ത്യൻ പാർലമെന്റ് ഒക്കെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കല്യാൺ ജോബെ വന്നപ്പം ഉള്ള പ്രതീക്ഷ അതായിരുന്നു. അതായത് പുള്ളി BJPയുടെ ആളാണ്. പുള്ളി വിചാരിച്ചിട്ട് നടക്കുന്നില്ലെങ്കിൽ പിന്നെ അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? അത് ഫുട്ബോള് മാത്രമാണെങ്കിൽ അവർ അപ്രൂവൽ കൊടുക്കും. പക്ഷെ ഫുട്ബോളിന് മാത്രമായിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ റസലിംഗിലും ടെന്നീസും അങ്ങനെ ബാക്കിയുള്ള ഇതിലുള്ളവരും കൂടി ലൈക് ഫുട്ബോളിന് നിങ്ങൾ കൊടുത്തു, വൈ ഡോണ്ട് വി ഗെറ്റ് ദാറ്റ് അപ്രൂവൽ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെയാണ് ഒളിമ്പിക്സ് റെപ്രസെന്റ് ചെയ്യുന്ന സ്പോർട്സ് ആണ്. അവിടെ ഇന്ത്യൻ OCA പ്ലേയേഴ്സ് പോയി ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്നതിൽ ഇന്ത്യൻ ഗവൺമെന്റിന് വലിയ താല്പര്യമില്ല. ഇതിലാണ് ഈ പ്രശ്നം നടക്കുന്നത്. ഫുട്ബോളിന് മാത്രമായിട്ട് ഒരു എക്സംഷൻ കൊടുത്ത് ഇത് കൊണ്ടുവരണം. അതിന് എത്രത്തോളം അതെങ്ങനെയാ നടക്കുക, അതിന്റെ ഡിസ്കഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പലപ്പോഴും ഫീസിബിൾ അല്ലാത്തതുകൊണ്ടാണ് ഈ സംഭവം നടക്കാത്തത്. അല്ലെങ്കിൽ ഇത് എപ്പോഴേ നടന്നതാണ്. സോ ഇത് 2008 വരെ ഐ തിങ്ക് ഉണ്ടായിരുന്ന കാര്യമാണ്. നമ്മള് ടെന്നീസിലൊക്കെ ടെന്നീസ് കാരണമാണ് അത്. ടെന്നീസിൽ നമ്മൾ ഡേവിസ് കപ്പിന് നമ്മള് USA കളിച്ചുകൊണ്ടിരുന്ന ഒരു OCA പ്ലെയറിനെ ഇന്ത്യൻ ടീമിൽ കളിപ്പിച്ചത് വെച്ച് ആണ് ഈ ഒരു പ്രശ്നം തുടങ്ങിയത്. ആ പ്ലെയറിനെ നമ്മള് ഒളിമ്പിക്സിൽ നമുക്ക് കളിപ്പിക്കാൻ പാടില്ല, ഇന്ത്യൻ റെപ്രസെന്റ് ചെയ്ത് കളിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ഫെഡറേഷൻസ് അതേപോലെ റെസ്ലിംഗിലും ഒന്ന് രണ്ട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പൊ റെസ്ലിംഗിനും ടെന്നീസിനും എതിരെ കൊടുത്ത ഒരു കേസിൽ നിന്നാണ് ഇത് റദ്ദാക്കിയത് ഗവൺമെന്റ്. OCA പ്ലേയേഴ്സ് ആർ നോട്ട് അലൗഡ് ടു റെപ്രസെന്റ് എന്നുള്ള ഒരു റൂൾ കൊണ്ട് അത് നമുക്ക് ഭയങ്കരമായിട്ട് തിരിച്ചടിയായി ഫുട്ബോളിന്. സോ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു ഡിസഡ്വാൻറ്റേജിൽ വെച്ച് നമ്മൾ കളിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ ഒരു സ്ട്രെങ്ത് വെച്ച് വേണം നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ. അതുണ്ടാക്കി വരാൻ കുറച്ച് സമയം എടുക്കും. ഇവരൊക്കെ ലൈക് നമ്മൾ പണ്ടത്തെ പോലെ ഒന്നുമല്ല. നമുക്കിപ്പോ ഒരു നല്ലൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ലീഗ് ഉണ്ട്. അത് മേജർലി ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് വെച്ചിട്ടാണ് നമുക്ക് കുറച്ചെങ്കിലും റിസൾട്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ആ ലീഗിൽ കളിച്ച് നമുക്ക് പ്ലേയേഴ്സ് വരുന്നുണ്ട്. സോ ആ ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് അല്ലെങ്കിൽ അതായത് റിസോഴ്സസ് അവൈലബിൾ മീൻസ് പ്ലെയർ റിസോഴ്സസ് അവൈലബിൾ അല്ല എന്നുള്ളൊരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് നമ്മൾ കുറച്ചേറെ മാറ്റിയിട്ടുണ്ട്. കാരണം നമുക്ക് ഇഷ്ടംപോലെ പ്ലെയേഴ്സ് അവൈലബിൾ ആണ്. പക്ഷേ ഈ പ്ലെയേഴ്സ് അവൈലബിൾ ഒന്നും കമ്പയർ ടു അതർ ടീം സ്ക്രാച്ച് ആവുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് പോകുന്നില്ല. അത് നമ്മൾ വീണ്ടും ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ലൈക് ഫുട്ബോൾ ഒരു എന്താ പറയാ, ഒരു ടീം ഗെയിമാണ്. അപ്പൊ നമ്മള് ആ ഒരു സ്ട്രക്ചറിലേക്ക് പോകണം. അതായത് ഇപ്പൊ ഇത് ഒരു വൺ എക്സാമ്പിൾ ആയിരിക്കും, ആൾക്കാർ ചിരിക്കും. പക്ഷെ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ മേ ബി ഒരു 100 years ടൈമിലൊക്കെ നമ്മൾ എത്തുവരും. ജപ്പാനൊക്കെ കളിക്കുന്നുണ്ടില്ലേ, എത്രത്തോളം പ്ലേയേഴ്സ് ആണ് അതില്. ലൈക് ജപ്പാനിൽ എനിക്ക് തോന്നുന്നു ഒരു പ്ലെയറും നാഷണലൈസ്ഡ് പ്ലെയേഴ്സ് ഒന്നുമല്ല, എല്ലാം ജപ്പാന്റെ ഒരാളെന്തോ. സോ ആ ഒരു അതായത് അവരുടെ ടീമാണ് അല്ലെ, അവര് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ടീമാണ്. സോ അതേപോലെ നമ്മള് ജപ്പാൻ, പക്ഷെ ജപ്പാന്റെ ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അവരുടെ ഒരു 100 year പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ഇതുപോലെ ഒരു കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തത്, ഇപ്പം ജപ്പാനിലുള്ള ഒരു പാറ്റേൺ ആക്ച്വലി ഇന്ത്യയിൽ വർക്ക് ആവുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആയില്ലായിരിക്കും. കാരണം നമ്മൾക്ക് ഏത് രീതിയിൽ
ഒരു ഡെവലപ്മെന്റിനുള്ള ഒരു പാത്ത് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ് ചിന്തിക്കണം. ഇപ്പം ജപ്പാനിലുള്ള ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പം അവരിപ്പം എന്താ സ്പോർട്സിൽ എങ്ങനെ ഇത് വർക്ക് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഫുട്ബോളിൽ എങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളത്. കാരണം അവർക്ക് ഈ പറഞ്ഞാൽ ഇവർക്കെതിരെ നാച്ചുറലൈസ്ഡ് പ്ലേയേഴ്സ് ഒന്നും കളിച്ചാൽ അവർക്കൊരു പ്രശ്നമല്ല. അവര് ഇന്തോനേഷ്യ സൗദിക്കെതിരെ കളിച്ചപ്പം സൗദി പെട്ടുപോയി. കാരണം അവർക്ക് ഒന്നാമത്തെ കാര്യം, അവരപ്പം നമ്മൾ ഇന്നൊരു ആർട്ടിക്കിൾ ഉണ്ടല്ലോ, സൗദി ലീഗില് പിന്നെ അവരുടെ മെയിൻ പ്ലേയേഴ്സ്, ഇന്റർനാഷണൽ പ്ലേയേഴ്സ് ബെഞ്ചിലാണ്. കാരണം ഫോറിൻ പോളിസി കാരണം. അപ്പോ അവർക്കാണെങ്കിൽ ഇങ്ങനെ എടുക്കാൻ പറ്റിയ OCA പ്ലേയേഴ്സ് ഒന്നും ഇല്ല. അവർക്ക് ഈ പറഞ്ഞ പോലെ നാച്ചുറലൈസ്ഡ് പ്ലേയേഴ്സിനോ അല്ലെങ്കിൽ പുതിയ ആളുകൾക്കോ ഒന്നും പൗരത്വം കൊടുക്കാനുള്ള വകുപ്പില്ല. ഈ മറ്റ് രാജ്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ സൗദി ചെയ്യില്ല. അപ്പോ അവർക്കതൊരു പ്രശ്നമായി. പക്ഷെ ജപ്പാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവര് യൂറോപ്പിലെ ടീമിനെ വരെ തോപ്പിക്കുന്ന ടീമാണ്. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സിസ്റ്റം അവര് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോ അവര് ഒരു നിയർ ഫ്യൂച്ചറിൽ എന്താ ഒരു നമ്മള് ഒക്കെ ഉള്ള സമയം, ഒരു 10-20 വർഷത്തിനൊക്കെ ഉള്ളിൽ തന്നെ വേൾഡ് കപ്പ് ഒക്കെ നേടിയാലും എന്താ പറയാ, നമ്മള് അതിശയിക്കാനില്ല. അതെ, അതാണ് ആ ഒരു സ്ട്രക്ചർ. അതിപ്പോ മനോല മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കൂല. നമ്മുടെ ISL ഒക്കെ വന്ന സമയത്ത് ഇപ്പം നമ്മള് പറയാണ്, ഇപ്പൊ അന്ന് നമ്മുടെ ഒരു പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി, ആരെങ്കിലും അറിയാമെങ്കിൽ പറ. നമ്മുടെ ഒരു US-ലുള്ള ഒരാളുണ്ടല്ലോ, ഒരു മറ്റേ ജപ്പാനീസ് ഫുട്ബോളിനെയൊക്കെ ഒരു ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ട്, മനസ്സിലായി, എനിക്ക് പേര് കിട്ടുന്നില്ല. മനസ്സിലായില്ലേ? എനിക്ക് പെട്ടെന്ന് പേര് വന്നുപോയി. അപ്പം ഡയറക്ടറായിട്ട് നിന്ന ആളല്ലേ? അതെ. പുള്ളിയെ നമ്മുടെ ISL-ല് ആദ്യം വന്നു, എന്നിട്ട് അവസാനം പുള്ളി മുംബൈ ഇന്ത്യൻസിന്റെ കളിയൊക്കെ, ടോം ബയർ കമന്റ് വന്നു. അതെ, അപ്പൊ പുള്ളി മുംബൈ ഇന്ത്യൻസിന്റെ കളി കണ്ടിട്ട് തിരിച്ചു പോയി എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ആലോചിക്കണം, ആ 2014 പുള്ളി ഇവിടെ വർക്ക് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പം ഇന്ന് കാണുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. ചിലപ്പോ 10 വർഷം എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മള് ISL-ലൊക്കെ ഇപ്പൊ തുടങ്ങിയത് പോലെയാണ് നമുക്ക് തോന്നുന്നത്, 10 വർഷം കഴിഞ്ഞു. അപ്പം